കർമ്മത്തിൻ്റെ ഗതി വളരെ നിഗൂഢമാണ്. അതിൻ്റെ സൂക്ഷ്മതകൾ മനസ്സിലാക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. കർമ്മഗതിയുടെ പ്രവർത്തനം ദേശവും കാലവും തടസ്സമല്ല. അതുപോലെ ഈ ലോകത്തായാലും മറ്റേതെങ്കിലും ലോകത്ത് പോയി ജന്മെടുത്താലും കർമ്മഫലം നമ്മളെ പിന്തുടരും. നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഒന്നുകിൽ അത് നമ്മുടെ കർമ്മഫലമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാരബ്ധം ഈ ദുഃഖത്തിൽ കൂടി തീർന്നതായിരിക്കാം, അല്ലെങ്കിൽ തീർക്കുന്നതായിരിക്കാം എന്ന് നമുക്ക് ആശ്വസിക്കാം. അതും അല്ലെങ്കിൽ വരാമത സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് ശ്രദ്ധിച്ച് നീങ്ങണമെന്നായിരിക്കാം. അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ട് മനസ്സിനെ ആശ്വസിപ്പിക്കണം. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകും, മറ്റു വ്യക്തികളെ ആശ്രയിച്ച് നമ്മുടെ ദുഃഖം പറയാൻ ശ്രമിക്കും. മറ്റേ വ്യക്തിയും പൂർണ്ണരല്ല. അപ്പോൾ അവർക്കും ഇതിൻ്റെ ഇരട്ടി ദുഃഖം. അപ്പോൾ തൻ്റെ ദുഃഖം ഇറക്കി വയ്ക്കാൻ പോയ ആൾ അപ്പോൾ അതിൻ്റെ ഇരട്ടി ദുഃഖമായിട്ടാണ് തിരിച്ചു വരുന്നത്. കാരണം അവരും പൂർണ്ണരല്ല, അവർക്കും ദുഃഖങ്ങളുണ്ടാകാം, അവർക്ക് നമ്മളീ കഴിഞ്ഞ ദുഃഖങ്ങളുണ്ടാകാം. അപ്പോൾ എന്താ, അവിടെ നമുക്ക് ആശ്വാസം കിട്ടിയില്ല, പിന്നെ അവരോട് പറഞ്ഞ് കരയാൻ. അപ്പോൾ ആശ്വസിപ്പിക്കുന്നത് പരസ്പരം ആത്മാർത്ഥ സുഹൃത്തുക്കളാം വേദനയെ പറയണം. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണത വരുന്നില്ല. അവർ പൂർണ്ണമില്ലാത്തതുകൊണ്ട് അവർക്കും പരിമിതിയുണ്ട്. അവർ പറഞ്ഞ് ആശ്വസിക്കുന്ന എനിക്കും ചിലപ്പോൾ ഇത്രയത്തെ ദുഃഖങ്ങളുണ്ട്, ഞാൻ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു സമാധാനം കിട്ടാൻ പോകുന്നില്ല. ആ പരസ്പരം ഈ ബോധം ഉറപ്പിക്കാൻ നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഈ ചെറിയ ചേര വലിയ മക്കറി വിഴുങ്ങുന്ന പോലാണ്. അത് ഒരു കടലാസ് കപ്പലിൽ കയറി യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. കാരണം അവർ ശക്തരില്ല, അവരെയാണ് ആശ്രയിച്ച് നമ്മൾ പോകുന്നത്. അവസാനം അവരും മുങ്ങും, കപ്പലും മുങ്ങും, നമ്മളും മുങ്ങും. അത് രണ്ടുപേരും പൂർണ്ണരല്ലാത്തത് കൊണ്ട് രണ്ടന്ധന്മാരോടി യാത്ര പോകുന്നവരാണ്. ഒരന്ധൻ ഒരന്ധനെ പിടിച്ചുകൊണ്ട് പോകുന്നവരാണ്. അപ്പോൾ രണ്ടുപേരും പൂർണ്ണരല്ല. അപ്പോൾ അവിടെ കുറേ തട്ടും മുട്ടും തീർച്ചയായിട്ടും കിട്ടിയെന്ന് വരും. നമ്മൾ അപരിമിതമായതിനെ ആശ്രയിക്കണം. അപരിമിതമെന്ന് പറയുന്നത് ഒന്നുകിൽ മറ്റുള്ള മഹാത്മാക്കളുടെ ജീവിതം, അവർക്കിങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോൾ എങ്ങനെ നേരിട്ടു. ഇപ്പോൾ കൃഷ്ണനായാലും രാമനായാലും മഹാത്മാക്കളായാലും അവരെങ്ങനെ ഇതിനൊക്കെ നേരിട്ടു. അവർ PhD എടുക്കുന്നവർ മറ്റവരെങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത് അത് പറയുന്നുണ്ടല്ലോ. അതുപോലെ നമുക്ക് അത് മനസ്സിലാക്കി അവരോട് ചോദിച്ചും അവരെഴുതിയതിനെയും പിന്നെ നമ്മൾ അത് വെച്ചിട്ടാണല്ലോ ഒന്ന് റിസർച്ചിലേക്ക് നമ്മൾ പോകുന്നത് ഇപ്പോഴും. അപ്പം അതുപോലെ നമ്മൾ അപരിമിതമായതിനെ ആശ്രയിക്കണം എന്ന് പറയുന്നത് അതാണ്. രണ്ട് വക്കീലന്മാർ പരസ്പരം വാദിക്കുകയാണ്, പക്ഷെ അവിടെ ജഡ്ജിയില്ല. ആ വാദത്തിനൊരിക്കലും അന്ത്യം ഉണ്ടാകില്ല, മരണം വരെ വാദിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ അവസ്ഥ. ഇപ്പം മറ്റൊരാളെ ആശ്രയിക്കുന്നത്. വക്കീലന്മാരുടെ വാദം അവസാനിപ്പിക്കാൻ ജഡ്ജി ആവശ്യമെന്നതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈശ്വരൻ അല്ലെങ്കിൽ സദ്ഗുരുവിൻ്റെ അപരിമിതമായ ശക്തിയുള്ള വിശ്വാസവും ഉപദേശവും നമുക്ക് ആവശ്യമാണ്. അവിടെ വിശ്വാസം അർപ്പിക്കണം. അത് നമ്മൾ തന്നെ അതെല്ലാം വായിക്കുന്ന ആത്മവിശ്വാസത്തെ ഉണർത്തും. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഫിൽറ്റർ പോലാണ്, മാലിന്യങ്ങളെയെല്ലാം ശുദ്ധീകരിക്കും എന്നുള്ള. പിന്നെ പല അനാഥ കുട്ടികളെ എൻ്റെ അമ്മ അതല്ല വേറെ ആരുമാണ് പ്രസവിച്ചു, എനിക്ക് ആ അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് എപ്പോഴും ദുഃഖമാണ് അമ്മയെന്ന് കണ്ടിട്ട്. കാരണം ജീവിക്കുന്നെങ്കിലും എപ്പോഴും അതിന് ദുഃഖം അതിനെ പിഴുകിക്കൊണ്ടേയിരിക്കും. ഒരു വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് ജീവിതമില്ല. അല്ല സുനാമി വരുന്നില്ല, ഭൂമിയിലൊക്കെ വരുന്നില്ല. ചില സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ പകുതി ഭാഗം കടലിൽ തന്നെ നിൽക്കുക, അതിനകത്ത് താമസിക്കുന്നുണ്ട് ആളാണ്. കാരണം ഒരു വിശ്വാസം, കാരണം ഏത് നിമിഷവും ഇന്ന് രാത്രി അത് മറിഞ്ഞു വീഴാം. പക്ഷെ എന്നാലും അവർക്കൊരു വിശ്വാസമാണ്. നമ്മളൊക്കെ വിശ്വാസമാണ് അവർ ഉറക്കുന്നത്. നമുക്കെന്തെങ്കിലും ടെൻഷനൊക്കെ ഉറക്കം വരത്തില്ലല്ലോ. അവിടെ എത്തുമെന്നൊരു വിശ്വാസം, അതുപോലെ ഇങ്ങനെ വരുന്നൊരു വിശ്വാസം. വിശ്വാസം ആണെങ്കിലേ നമ്മളെല്ലാം പിടിച്ച് നിർത്തിക്കുക പരസ്പരം. നമ്മളെന്നും അറിഞ്ഞോ അറിയാതെ ഒരു വിശ്വാസം തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ആ വിശ്വാസം കൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നില്ലേ. അപ്പോൾ നമ്മൾ ആത്മീയം മനസ്സിലാക്കുമ്പം എന്തും വരട്ടെ, ഇതാണെങ്കിൽ നമുക്ക് നമ്മൾ അതോടൊപ്പം നമ്മളൊരു ധീരനാക്കുകയാണ്. ഇന്ന് സ്വീകരിക്കാനുള്ള ഒരു മിലിറ്ററിക്കാരനെ പോലെ
മരണം അനിവാര്യമാണ്, തൻ്റെ ധർമ്മം പുലർത്തുക എന്നുള്ളതാണ്. രണ്ടുമൂന്നിനും സ്വീകരിക്കാൻ മനസ്സുകൂടി മിലിറ്ററിക്കാർ യുദ്ധത്തിന് പോകുമല്ലോ, അവർ സ്വീകരിക്കാൻ മനസ്സുകൂടി പോവാണ്. പക്ഷെ അവരുടെ ശക്തിയൊക്കെ ചോർന്നു പോകുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിലെ ധീരന്മാർ കാണാൻ രാജ്യമാണ് എന്നുള്ള രീതിയിൽ പോവാണ്. തോക്കുവിട്ടിട്ട് ഒളിച്ചോടി മിലിറ്ററിക്കാർ ഒളിച്ചോടി പോകുന്നില്ല. 98% എത്ര പേര് അതിർത്തി മരിക്കുന്നു, വീണ്ടും അതിർത്തിയിലേക്ക് വിളിക്കുമ്പോൾ മറ്റും മിലിറ്ററിക്കാർ പോകുന്നു. അപ്പോൾ രണ്ടും സംഭവിക്കാമെന്ന് അവർക്കറിയാം. പക്ഷെ എന്നാൽ പോലും തൻ്റെ ധർമ്മം നിറവേറ്റുക, തൻ്റെ ധർമ്മം രാജ്യമാണ്, അതിന് ജീവൻ കൊടുത്തും അതിനെ നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആത്മീയം മനസ്സിലാക്കുമ്പം എന്തും വരട്ടെ, നമ്മൾ നമ്മുടെ ധർമ്മത്തെ ജീവിക്കുക, ധർമ്മം നിറവേറ്റുക, ആ ഒരു മനോഭാവം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്.